മൂന്നാം നൂറ്റാണ്ടിൽ റോമ സാമ്രാജ്യം ഭരിച്ചിരുന്ന ചക്രവർത്തിയാണ് ക്ലോഡിയസ്. ക്ലോഡിയസിന്റെ പ്രധാന ഹോബി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യുദ്ധമായിരുന്നു. യുദ്ധപ്രിയനായിരുന്നു. അതുകൊണ്ട് തന്നെ റോമ സാമ്രാജ്യത്തിലെ സൈനികർക്ക് എപ്പോഴും യുദ്ധമായിരുന്നു. അവർക്ക് അവരുടെ കുടുംബത്തോടൊപ്പം ചെലവഴിക്കാനും മക്കൾക്കൊപ്പം ചെലവഴിക്കാനും ഒന്നും സമയം കിട്ടിയിരുന്നില്ല. ഇങ്ങനെ ഒരു അവസരത്തിലാണ് റോമ സാമ്രാജ്യത്തിലേക്കുള്ള പുതിയ സൈനികരുടെ തിരഞ്ഞെടുപ്പ് വരുന്നത്. അപ്പം ക്ലോഡിയസിന്റെ ഈ ഒരു സ്വഭാവം അറിയാവുന്നത് കൊണ്ട് തന്നെ പലരും ഈ ഒരു റോമ സാമ്രാജ്യത്തിലെ പട്ടാള നിരയിലേക്ക് ചേരാൻ വേണ്ടി മടിച്ചു. അപ്പോൾ ക്ലോഡിയസ് ഒരു തീരുമാനമെടുത്തു. റോമ സാമ്രാജ്യത്തിൽ വിവാഹം നിരോധിച്ചു. വിവാഹത്തോടനുബന്ധിച്ചുള്ള ബാക്കി ചടങ്ങുകളും എല്ലാം നിരോധിച്ചു. ആ കാലഘട്ടത്തിൽ റോമ സാമ്രാജ്യത്തിൽ ഉണ്ടായിരുന്ന ഒരു വൈദികനാണ് വാലന്റൈൻ. സ്നേഹിക്കുന്നവരെ ഒന്നിക്കാനും ക്ലോഡിയസ് ചക്രവർത്തി അറിയാതെ അവരുടെ വിവാഹം നടത്തി കൊടുക്കാനും ഒക്കെ തീരുമാനമെടുത്തു. അങ്ങനെ നടത്തി കൊടുക്കുകയും ഒക്കെ ചെയ്തു. ഒരു രഹസ്യം വളരെ കാലം രഹസ്യമായി സൂക്ഷിക്കാൻ സാധിക്കില്ല എന്ന് പറയുന്നത് പോലെ തന്നെ പിന്നീട് ക്ലോഡിയസ് ചക്രവർത്തി ഇത് അറിയുകയും വാലന്റൈനെ തടവറയിലാക്കുകയും ചെയ്തു. ഈ വാലന്റൈനെ പാർപ്പിച്ചിരുന്ന തടവറയുടെ അധികാരി അരിസ്റ്റീനോസിന്റെ മകൾ ജൂലിയായ്ക്ക് കാഴ്ചശക്തിയില്ലായിരുന്നു. അരിസ്റ്റീനോസ് മകളെ ലോകത്തെക്കുറിച്ച് പറഞ്ഞു കൊടുക്കുന്നതിന് വേണ്ടിയിട്ട് പണ്ഡിതനായ വാലന്റൈനെ ഏൽപ്പിച്ചു. അങ്ങനെ വാലന്റൈനും അരിസ്റ്റീനോസിന്റെ മകൾ ജൂലിയായും തമ്മിൽ ആഴമായ ഒരു സൗഹൃദം രൂപപ്പെടുകയുണ്ടായി. അങ്ങനെ ഫെബ്രുവരി 14 വാലന്റൈനെ വധശിക്ഷയ്ക്ക് വിധിക്കുന്നതിൻ്റെ തലേ ദിവസം വാലന്റൈൻ ജൂലിയായ്ക്ക് ഒരു കത്തെഴുതുകയുണ്ടായി. ആ കത്തിൻ്റെ അവസാനം എഴുതിയിരുന്നു, ഫ്രം യുവർ വാലന്റൈൻ. ജൂലിയായ്ക്ക് കണ്ണ് കാണില്ലെന്ന് അറിയാമായിരുന്നിട്ടും വാലന്റൈൻ കത്തെഴുതി. കത്തെഴുതിയത് അന്ന് പേനയും പെൻസിലും ഒന്നും ഇല്ലല്ലോ. അന്ന് കത്തെഴുതിയത് പൈലറ്റ് പൂക്കളുടെ ചാറ് ഉപയോഗിച്ചായിരുന്നു. ഈ കത്ത് ജൂലിയ വായിക്കുന്നത് ഫെബ്രുവരി 14 വാലന്റൈനെ വധശിക്ഷയ്ക്ക് വിധിച്ച ശേഷമാണ്. പക്ഷേ ഈ കത്ത് തുറന്നു നോക്കിയപ്പോഴേക്കും ജൂലിയയ്ക്ക് കാഴ്ചശക്തി കിട്ടി എന്നാണ് പറയുന്നത്. പിന്നീടാണ് വാലന്റൈനെ വിശുദ്ധനായി ഒക്കെ പ്രഖ്യാപിക്കുന്നത്. ഇതാണ് വാലന്റൈൻസ് ഡേയുടെ കഥ.